നമസ്കാരം. സംഘടനാ തലത്തിൽ ബി.ജെ.പി മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കൾക്ക് ദേശീയ പദവികൾ നൽകുമെന്നുള്ള സൂചന വളരെ ശക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സ്വന്തം പാർട്ടി പിരിച്ചുവിട്ട് ബി.ജെ.പിയിൽ ചേർന്ന പി.സി. ജോർജിനെ ദേശീയ കൗൺസിലിൽ എടുക്കും എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. മകൻ ഷോൺ ജോർജിന് സംസ്ഥാന തലത്തിൽ തന്നെ പദവി നൽകുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. ഈ മാസം 29-ാം തീയതി കൊച്ചിയിൽ ബി.ജെ.പി സംസ്ഥാന നേതൃയോഗം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനോടൊപ്പം സംഘടനാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഈ യോഗത്തിന് ശേഷമായിരിക്കും വലിയ ഒരു അഴിച്ചുപണി ഉണ്ടാവുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് പി.സി. ജോർജ് ബി.ജെ.പിയിലേക്ക് എത്തിയത് എന്ന് നമുക്കറിയാം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമായിരുന്നു. എങ്കിൽ പോലും പാർട്ടി അവിടെ സീറ്റ് നൽകിയത് അനിൽ കെ ആന്റണിക്കായിരുന്നു. പി.സി. ജോർജിന് ഇക്കാര്യത്തിൽ കടുത്ത അമർഷമുണ്ടായിരുന്നു. മറ്റേതെങ്കിലും സ്ഥാനാർത്ഥി ആയിരുന്നുവെങ്കിൽ പത്തനംതിട്ടയിൽ വിജയിച്ചേനെ എന്നുള്ള പരാമർശമടക്കം പി.സി. ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ആയതിനാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം ഒഴിയും. ഈ പദവിയിലേക്ക് പുതിയ ആൾ തന്നെയായിരിക്കും എത്തുക. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ച സംസ്ഥാന സെക്രട്ടറിയായ എസ് സുരേഷ്, തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ജില്ലാ പ്രസിഡന്റായ അനീഷ് കുമാർ, ആലപ്പുഴയിൽ മികച്ച മുന്നേറ്റം നടത്തിയ ശോഭാ സുരേന്ദ്രൻ എന്നിവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുക എന്നുള്ള സൂചനകളും ശക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി.സി. ജോർജിന് ഉണ്ടായിരുന്ന എല്ലാ പരിഭവങ്ങളും മാറ്റിക്കൊണ്ട് പി.സി. ജോർജിന് ദേശീയ തലത്തിൽ തന്നെ ഒരു പദവി നൽകാനായിരിക്കും ബി.ജെ.പിയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ തീരുമാനിക്കുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.